ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ക്രാഫ്റ്റുമായിട്ടല്ല വന്നിരിക്കുന്നത്. എസെൻസും ഫുഡ് കളറും ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രോബെറി ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ്. ഈ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്ട്രോബെറീസ്, കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ പഞ്ചസാര വേണം, ഫ്രഷ് ക്രീം വേണം. അമൂലിൻ്റെ ഒരൊറ്റ പാക്കറ്റ് വരുന്ന ഡയറി വിപ്പിംഗ് ക്രീം ഉണ്ട്, അതാണ് കുറച്ചും കൂടെ നല്ലത്. പാല് വേണം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഒരു ബൗളും വിസ്കും വേണം. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്ട്രോബെറീസ് കുറച്ചെടുത്ത് ഈ ഒരു ഷേപ്പിലും ബാക്കിയുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കിയും കട്ട് ചെയ്ത് വെക്കണം. ഇനി ഒരു പാനിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്ട്രോബെറീസും 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് വേവിച്ചെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഇത് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ ചെറിയ കഷ്ണങ്ങളാക്കിയ സ്ട്രോബെറീസ് ഒരു മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതിയാവും. സ്ട്രോബെറിയുടെ ഒരു പുളിപ്പ് മാറിക്കിട്ടാനാണ് ഞാൻ ഈ പഞ്ചസാരയും സ്ട്രോബെറിയും കൂടെ വേവിച്ചെടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ വേവിച്ചെടുത്താൽ മതിയാവും. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലൊഴിച്ച് അതിൻ്റെ ചൂട് മാറാൻ വേണ്ടി വെക്കാം. എന്നിട്ട് വീണ്ടും വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്ട്രോബെറീസും ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി എടുത്ത് ഇതേപോലെ തന്നെ വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ ഈ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാണ്ട് നോക്കണം. ഇനി അതും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ചൂടാറി കഴിയുമ്പോൾ അത് അടച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം. നേരത്തെ വേവിച്ച് വെച്ച ചെറിയ കഷ്ണങ്ങളായിട്ടുള്ളത് ഇപ്പോൾ ചൂട് മാറിയിട്ടുണ്ട്. അത് ചെറിയൊരു മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നമുക്കത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. സ്ട്രോബെറി ഇപ്പം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ തണുത്ത ബൗളിൽ നമുക്ക് ആ ഫ്രഷ് ക്രീം മൊത്തം ഒഴിച്ചിട്ട് കുറച്ച് നേരം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. മധുരം കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന സ്ട്രോബെറി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നേരെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇച്ചിരി ക്വാണ്ടിറ്റി കുറവായിട്ട് തോന്നുവാണെങ്കിൽ നമുക്കൊരു 1/4 കപ്പോ 1/2 കപ്പോ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ഞാൻ വേറൊരു ബൗളിനകത്തോട്ട് ഇതൊഴിച്ച് വെച്ച് അടച്ച് ഫ്രീസറിലോട്ട് വെക്കാൻ പോവാം. ഒരു 3-4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം.
ഇതിപ്പം 3 മണിക്കൂർ ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലൊഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. പാലൊഴിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യാം. ഐസ്ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ രാത്രി മൊത്തം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഈ സ്ട്രോബെറി സിറപ്പും തണുത്തതാണ്. ഇനി ഇത് രണ്ടും നമുക്ക് ബൗളിലോട്ട് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.